ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പൊതുവേ ഇവിടെ സ്റ്റുഡിയോയിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ഷനൊക്കെ നടന്ന സമയത്ത് ഇലക്ഷൻ്റെ ടൈമിലായാലും ഒക്കെ പൊതുവെ എല്ലാവരും എന്നെ ആതിരക്കുട്ടി എന്ന് ചേർത്തിട്ട് പ്രത്യേകിച്ച് സുനിലങ്ങൾ ഇന്ത്യ ലൈവിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം തൊട്ട് എല്ലാവരും ആതിരക്കുട്ടി എന്ന് ചേർത്തിട്ട് എന്നെ വിളിക്കുക. ഇന്നിപ്പോൾ ആദ്യമായിട്ട് ദാ എനിക്കൊരു കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. കാരണം എനിക്കൊരു ആ ഒരു ടൈറ്റിൽ അല്ലേ സാറക്കുട്ടി അങ്ങനെ തന്നെ പറയാം. 16 വയസ്സല്ലേടാ? അത്രേ ഉള്ളൂ. നമ്മളോടൊപ്പം ഉള്ളത് സാറക്കുട്ടിയാണ്. പേര് പറയുമ്പോൾ സാറ സജ്ജാദ്. അതായത് ഒരു മുസ്ലിം നെയിം തന്നെയാണ്. അപ്പോൾ ആള് എന്താ മതപരമായിട്ട് മുസ്ലിം തന്നെയാണ്, ഇസ്ലാമിക് ആണല്ലേ. പക്ഷേ ആളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളുടെ കാഴ്ചപ്പാട് തന്നെ ഡിഫറെൻ്റ് ആണ്. കാരണം ഈശ്വരന്മാരെല്ലാം ഒന്നാണെന്നുള്ള ഒരു സങ്കല്പമാണ് സാറക്കുട്ടിക്കുള്ളത്. അതായത് അത് ഏത് മതം അതിനകത്തൊരു പാർട്ടല്ല അല്ലേ, അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷെ എനിക്കതിൽ വന്നൊരു സംശയം, ഇപ്പൊ ഇങ്ങനെ പറയുന്ന ഞാനിപ്പോ സംസാരിച്ചു വന്ന വഴിക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല. അതെ. എന്നാ ഭയങ്കര ദേവത വിശ്വസിക്കുന്നു ഉണ്ട്. അതാണ് ഞാനൊരു സ്റ്റോറി ഇങ്ങനെ കേട്ടിരുന്നു. എനിക്കൊന്നും ഞാനത് പറയുന്നില്ല, നല്ലത് സാറുകുട്ടി പറയണതാണ്. അതായത് ചെറുവള്ളിക്കാവിലമ്മയായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു സ്റ്റോറി ഉണ്ടല്ലേ. സ്റ്റോറി എന്നല്ല, ശരിക്കും നടന്ന ഒരു കഥയാണ്. ഒരു ബന്ധമുണ്ട്, അതൊന്ന് പറഞ്ഞു കൊടുക്കൂ. അതായത് ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പൊ ഭഗവതിനെ വിളിച്ചാൽ ഭഗവതി ഇറങ്ങി വരും. അതെ അതെ. അപ്പൊ നമ്മളൊരു കുട്ടി ഒരു അമ്മേനെ വിളിക്കുവാണ്, അത്രയും വാത്സല്യത്തോടു കൂടി ഒരു അമ്മ ഇറങ്ങി വരും. ഇപ്പൊ ഏത് അമ്മയാവണമെന്നില്ല, ഇപ്പം വേറൊരു കുട്ടിയുടെ അമ്മയാണെങ്കിൽ പോലും ഒന്ന് അമ്മയെന്ന് വിളിച്ചാൽ വരും. ശരി. ഇതേപോലെ തന്നെ എല്ലാ ഭഗവതിമാരും ഓരോ അമ്മമാരാണ്. എല്ലാവരും അമ്മമാരാണ്. അപ്പൊ ഏതൊരു കുട്ടി വിളിച്ചാലും ഒരമ്മ ഇറങ്ങി വരുന്ന അതേ ലാഘവത്തോടു കൂടി. ഇപ്പൊ ഞങ്ങളൊരു യാത്ര പോയി തിരിച്ചു വരികയാണ്. അപ്പം ശ്രീചക്രം ഉണ്ട്. ശ്രീചക്രം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള അടിസ്ഥാന ദേവതകളും എല്ലാം എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളാണ്. അപ്പം ഈ ശ്രീചക്രത്തിലെ അടിസ്ഥാന ദേവതകളിൽ ഒന്നാണ് ചെറുവള്ളി എന്ന് പറയുന്ന ദേവത. ഈ ചെറുവള്ളിയിൽ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം പേര് തന്നെയാണ്. ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള പേരാണ് ചെറുവള്ളി, ചെറിയ വള്ളി, അങ്ങനെ ഒരു വെറൈറ്റി പേരാണ്. അപ്പം ഇത് ശ്രദ്ധിക്കുന്നത്, ഇത് ഇങ്ങനെ വഴി കൂടെ പോകുന്ന വഴിക്ക് ഞാൻ പെട്ടെന്നൊരു ബോർഡ് കണ്ടു, ചെറുവള്ളി ഭഗവതി ക്ഷേത്രം. അപ്പൊ എനിക്ക് പെട്ടെന്ന് ക്ലിക്കായി. കാരണം ഈ ടോപ്പിക്ക് സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. ഞങ്ങൾ പറഞ്ഞു അവിടെ കയറാമെന്ന് പറഞ്ഞു. കയറി കഴിഞ്ഞു. നല്ല ഒരു വൈബുള്ള സ്ഥലം, ഇപ്പത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വൈബുള്ള സ്ഥലമാണ്. നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം കാമാഖ്യയിൽ പോകുന്ന സമയത്ത് എല്ലാവരും വളരെയധികം തണുപ്പും എല്ലാവരും അത് പോയിട്ടില്ല, പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പോയിട്ടുള്ളവര് പറഞ്ഞ അനുഭവം കേട്ടിട്ടുണ്ട്. അപ്പം അതേ ഫീല് തന്നെ ഏകദേശം ഇവിടെയും എനിക്ക് ഫീൽ ചെയ്തു. ഒരാളെ ഫീൽ ചെയ്യാം നമുക്ക്. അപ്പം ഞങ്ങൾ ഭഗവതിനെ കണ്ടു, തിരിച്ചിറങ്ങി വന്നു. തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മിസ് ചെയ്തു. ഇയാളെ എനിക്ക് മിസ് ചെയ്തു. ഒരു അമ്മയുടെ ആ വാത്സല്യത്തിനെ എനിക്ക് മിസ് ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വിളിച്ചു, എന്റെ കൂടെ വരണ്ടോന്ന് ചോദിച്ചു. വന്നു. അതാണ് ശരിക്കും. അപ്പം ഇപ്പൊ ഇത് കേൾക്കുന്നവർക്ക് എന്നെ പോലെ തന്നെ ഒരു സംശയം, അതായത് അമ്മ ഇറങ്ങി വന്നു എന്നൊക്കെ പറയുമ്പോ എന്താ ശരിക്കും ഒരു ചൈതന്യം വന്നു എന്നാണോ, അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ആണോ? എപ്പോഴില്ലേ നമ്മൾ പറയുന്നതാണ് ഭഗവതി അല്ലെങ്കിൽ ദേവത. അതെ, അതായത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു രൂപമാണ്. നമ്മളുടെ ക്രിയേഷൻ ആണ് ദേവത. ദൈവം എന്ന് പറയുന്നത് ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ ദേവത എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേഷൻ ആണ്. നമുക്കൊരു ദേവതയെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഗണപതി ഒരു ദേവതയാണ്. ഒരാളുടെ സങ്കല്പത്തിലൂടെ ഉണ്ടായി വന്ന ഒരു ദേവതയാണ് ഗണപതി. അതേപോലെ തന്നെ എല്ലാ ദേവതമാരും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ എനിക്കൊരു ദേവത ഉണ്ടാക്കാൻ പറ്റും, ചേച്ചിക്ക് ഒരു ദേവതയെ സൃഷ്ടിക്കാൻ പറ്റും. അതാണ് ദൈവവും ദേവതയും തമ്മിലുള്ള വ്യത്യാസം. എന്താണെന്ന് പറഞ്ഞു? അതായത് എന്താണ് അവിടെ ശരിക്കും ഫീൽ ചെയ്തത്? അപ്പൊ ഒരു ഫീലിംഗ് ആണത്. ഇപ്പൊ നമ്മൾ ഒരാളെ മിസ് ചെയ്തു. ഇപ്പൊ ചേച്ചീനെ എനിക്ക് ഭയങ്കര മിസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ ചേച്ചീനെ കാണാൻ വരും. ചേച്ചിനെ കാണുമ്പോ ആ മിസ്സിങ് അങ്ങ് മാറും. ശരിയാ. ഇതേ ഫീലിംഗ് തന്നെയാണ്. ഇപ്പൊ നമ്മളൊരാളെ മിസ് ചെയ്യുമ്പോ ആ ഭഗവതിനെ എനിക്ക് മിസ് ചെയ്തു. ഭഗവതി വന്നപ്പോ എനിക്ക് ആ മിസ്സിങ് മാറി. ആ മിസ്സിങ് മാറിയ സമയത്ത് എനിക്ക് മനസ്സിലായി എന്ത് കൂടെ വന്നു. എന്നിട്ട് അങ്ങനെ കൂടെ വന്നു. ശേഷം ഞാൻ എന്റെ വീട്ടില് കൂവളമുണ്ട്. കൂവളവും ഇലങ്ങിയും ഉണ്ട്. അത് പണ്ട് തൊട്ടേ ഉണ്ട്. എന്റെ എന്താണ് ഉപ്പുപ്പ, അതായത് എന്റെ പപ്പയുടെ പപ്പ നട്ട കൂവളവും ഇലങ്ങിയാണ്. അവിടെ കൂവളത്തിൽ ഞാൻ എന്ത് ചെയ്തു, ആ കുട്ടീനെ അങ്ങ് ഇവിടെ വെച്ചു. അതായത് ഈ കൂടെ വന്നു എന്ന് വിശ്വസിക്കുന്ന ആ ചൈതന്യത്തിനെ
അവിടെ വെച്ചു. വെച്ചു. ഓക്കെ. നമ്മളുടെ ദേവതയാണല്ലോ, നമുക്ക് അതിനെ എവിടെ ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കാം. അതെ, തീർച്ചയായിട്ടും. അപ്പോ പ്രാർത്ഥിക്കാറുണ്ടോ അടുത്ത് പോയിട്ട് സംസാരിക്കും? പ്രാർത്ഥിക്കുന്നതല്ല, നമ്മളെപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഞാനാണ് എൻ്റെ ദൈവമാണ്. അതെ, ശരിയാണ്. തത്വമസി ഏറ്റവും നല്ലൊരു കോൺസെപ്റ്റ് ആണ്. ശരിക്കും നമ്മളാണ് നമ്മുടെ, അതെ അതെ, നമ്മളാണ്. ഇപ്പം എന്ത് തന്നെ ആയാലും നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട് എപ്പോഴും. ശരിയാണ്. അപ്പൊ അത് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, എല്ലാവരും വന്ന്, ഇപ്പം കൊടുങ്ങല്ലൂരൊക്കെ ഞാൻ പോവാറുണ്ട്, കൊടുങ്ങല്ലൂർ പോകുമ്പോൾ ആലോചിക്കാറുണ്ട്, എല്ലാവരും വന്ന് എന്താ അമ്മനോട് പോയിട്ട് പരാതി പറയും, എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. ഞാൻ ആലോചിക്കും, ഇത്രയും പരാതി കേൾക്കുമ്പോ അവർക്ക് ഇതാവൂലേ, മടിക്കില്ലേ? അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറില്ല. എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് എന്തായാലും വരും, അത്രേ ഉള്ളൂ. വരാനുള്ളതൊന്നും വഴി തങ്ങൂല എന്നുള്ള ആ ഒരു ഐഡിയോളജിയിലാണ് ഞാൻ. അതുകൊണ്ട് പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നവരോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഞാൻ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിനൊക്കെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുമ്പോഴാണ് നമ്മളൊരു നല്ല ക്യാരക്ടറിന്. തീർച്ചയായിട്ടും. അതെ. പിന്നെ എനിക്ക് മനസ്സിലായത്, കളരിയുണ്ട് ഞങ്ങൾക്ക്. ഞാൻ കളരി പോകുന്നുണ്ട്, ശ്രീസ്വാമി വൈദ്യഗുരുകുലത്തിന്റെ കളരിയാണ്, പെരുമ്പാവൂര്. അപ്പം ഈ കളരിയില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പേഴ്സണാലിറ്റി അല്ല, ഒറിജിനാലിറ്റി ആണ് അവിടെ മെയിൻ ആയിട്ട്. അപ്പം നമ്മൾ വിചാരിക്കും പേഴ്സണാലിറ്റി ഒറിജിനാലിറ്റി ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്നാണ്. അതെ. പേഴ്സണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം മൂടി എന്നാണ് അർത്ഥം. ഓക്കെ. അതിന്റെ വാക്കിന്റെ അർത്ഥം പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അത് മുഖം മൂടി, ഒരു ഇമേജ് നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ ക്രിയേറ്റ് ചെയ്യാണ്. ആ സമയത്ത് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ ഉള്ളില് എന്താണോ, ഇപ്പം ഒരു ആപ്പിൾ ഞാൻ കണ്ടു, ആ ആപ്പിളിന് പുളിയാണ് ഉള്ളില്, പക്ഷെ കാണുന്ന സമയത്ത് എനിക്ക് എന്ത് തോന്നും, ഇതേ ഇത് തന്നെ ഉള്ളില് ചിലപ്പോ വേറൊരു കോൺസെപ്റ്റ് ആയിരിക്കും, പക്ഷെ പുറമെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത്, അതാണ് പേഴ്സണാലിറ്റി. ഒറിജിനാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആപ്പിൾ എങ്ങനെയാണോ അത് തന്നെ എനിക്കത് ഫീൽ ചെയ്യും. നമ്മൾ ഒറിജിനൽ എന്താണോ അതാണ് പുറത്ത് കാണിക്കുക. ഇതാണ് കളരിയിലെ നമ്മൾ കോൺസെപ്റ്റ്. ഇതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരെ എനിക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു എന്താ പറയാ, ഞാൻ തുറന്നു പറഞ്ഞാൽ നമ്മളൊരു ഹിന്ദുത്വം അല്ലെങ്കിൽ ഈ ഒരു ദേവതാ സങ്കല്പത്തിലോട്ട് ആ ഒരു വിശ്വാസത്തെ കൊണ്ടുവരാൻ പറ്റിയതിലൊരു വലിയ പങ്ക് കളരിക്കുണ്ട് അല്ലേ? അപ്പോൾ ആരിത് ഇങ്ങനെയുള്ള ഇപ്പം തുടക്കത്തിൽ, അതായത് എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലൊന്നും എന്തായാലും ഈ ഒരു ഇപ്പം കഥകളോ അങ്ങനത്തെ ഒന്നും കേൾക്കാൻ വഴിയുണ്ടാവില്ല. ഇല്ല, ചെറുപ്പം മുതലേ എനിക്ക് ഈ വിഷയങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടായത് അതിനുള്ള കാരണം എനിക്ക് അതിനെ പറ്റി വലിയതായിരുന്നു. പക്ഷെ ചെറുപ്പം മുതലേ എനിക്ക് വളരെയധികം, ഞങ്ങളുടെ പെരുമ്പാവൂര് ശാസ്താവിന്റെ മണ്ണാണ്. ഓക്കെ. പെരുമ്പാവൂര് ശാസ്താവിന്റെ മണ്ണാണെന്ന് പറയും. അതായത് എന്റെ പപ്പ എനിക്ക് പറഞ്ഞു തന്നതാണ് പെരുമ്പാവൂര് ശാസ്താവിന്റെയാണ്. ഞങ്ങളുടെ അവിടെ ശാസ്താവിന്റെ ദേശവിളക്ക് വരാറുണ്ട്, എല്ലാത്തിനും ഞങ്ങള് പങ്കെടുക്കാറുണ്ട്, പോവാറുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മള് ശാസ്താവിന്റെ ആണ് എന്നുള്ളൊരു സാധനം തോന്നൽ ഉള്ളിലുണ്ട്, പണ്ട് തൊട്ടേ ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ ഡാൻസ്. അപ്പൊ പല കഥകളെയും ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, ഈ ക്ലാസിക്കൽ ഡാൻസ് വരുന്നത്. ഇപ്പം എന്താണ് അമൃത് കടഞ്ഞെടുക്കുന്നത്, പാലാഴി മഥനം, പിന്നെ എന്താണ് കൃഷ്ണന്റെ ഓരോ ലീലകൾ, ഇതൊക്കെ അറിയുമ്പോൾ നമ്മൾ കളിക്കുമ്പോ എന്ത് ചെയ്യണം, കഥ അറിയണം, കഥ അറിഞ്ഞിരിക്കണം. അതിൽ നിന്നാണ് എനിക്ക് ഓരോ കഥകൾ. അങ്ങനെയാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പൊ പിന്നെ ക്യൂരിയോസിറ്റി ആയി. നമ്മുടെ ആ ഒരു ഇസ്ലാമികതയിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം. തീർച്ചയായിട്ടും ഇതിലും കഥകളുണ്ട്, പക്ഷെ നബി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തെയാണ് എന്ത് ചെയ്യുന്നത്, ചരിത്രമായിട്ട് പഠിക്കുന്നത്. അപ്പം അതിൽ നിന്ന് വെറൈറ്റി ആയിട്ടൊരു സാധനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യൂരിയോസിറ്റി വന്ന് അങ്ങനെ പഠിച്ചു പോകുന്നതാണ്. അതാണ് അതിന്റെ തുടക്കം. അപ്പൊ അതിനോടൊരു ഇഷ്ടം തോന്നി. പിന്നെ എനിക്ക് തോന്നുന്നു കളരിയിൽ വരുമ്പോ നമ്മൾ പിന്നെ പ്രാതസ്മരണയുണ്ട്. ഓരോ തവണയും ഓരോ ആൾക്കാരെ സംസാരിക്കാം, ഡിസ്കഷൻ പോലെ എല്ലാ വിഷയം, ഭാരതത്തില് പണ്ട് നടന്നിരുന്ന ഇപ്പോൾ നടക്കുന്ന എല്ലാ വിഷയത്തിനെയും പറ്റിയിട്ടും നമ്മൾ ചർച്ച ചെയ്യും, സംസാരിക്കാം. അപ്പൊ അങ്ങനെയും കുറെ കഥകൾ കേൾക്കും. പിന്നെ അവിടെ മുതിർന്നവരുണ്ട്, ഇവര് വന്ന് കഥകൾ പറയും. അപ്പം ഇവരൊരിക്കലും നിർബന്ധിച്ചല്ല നമ്മൾ ഇരുത്താം, നമുക്ക് വേണമെങ്കിൽ ഇരുന്നാൽ മതി, അത്രേ ഉള്ളൂ. നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. അപ്പം അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ളവർ കേൾക്കുമ്പോൾ അത് അത്രയും ഇതായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അത്രയും ഓർത്ത് വെക്കുന്നതും കാര്യങ്ങൾ. അപ്പോ ഞാനിങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് പാട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? പാട്ട് ഏതാണ്ട് 3.5 വയസ്സ് തൊട്ട് പാട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കീർത്തനങ്ങളൊക്കെ, അതായത് ഈ ദേവി കീർത്തനങ്ങൾ, അതുപോലെ
ഗണപതിയുടെ ഉം. ഗണപതിയെ പറ്റിയൊക്കെ കീർത്തനങ്ങൾ എഴുതുക. അതും അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, അത്യാവശ്യം നമ്മൾ പേരുകളൊക്കെ വെച്ചിട്ട് എഴുതും. പക്ഷെ ഇപ്പോൾ കുറച്ചും നമ്മുടെ ഇന്ത്യ ലൈവില് പാടിയിട്ടുണ്ടായിരുന്നു ഈ കീർത്തനം പാടി. ഞാൻ ഓർക്കുക, ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത ഭഗവതിയുടെ നാമങ്ങള്, പല പേരുകളാണ് ശരിക്കും ആ കീർത്തനത്തിൽ വന്നിട്ടുള്ളത്. ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത ഇതൊക്കെ എവിടുന്ന് എങ്ങനെ ഇങ്ങനെ കിട്ടണേ? അത് ഏറ്റവും അതിൻ്റെ മെയിനായിട്ട് ഞാൻ പറയുന്നത് കളരിയാണ്. ഓഹോ. അപ്പം നമ്മൾ ക്രിക്കറ്റിൽ പറയില്ലേ ഫോം ആവാണ്. ആ. ക്രിക്കറ്റിൽ ഫോം ആവുന്നെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് കളിച്ച് ആ ഒരു ഹരം ഹരം പിടിച്ച് പിന്നെ അടിക്കുന്ന മൊത്തം സിക്സാ. ഓക്കെ. അവിടെ ഞങ്ങൾ കളരിയിൽ ക്രിക്കറ്റ് കളിക്കുമ്പം ആദ്യമൊക്കെ സിക്സ് ഒന്നും പോകില്ല. പക്ഷെ ഇതേ പ്ലെയർ തന്നെ ഒരു കുറച്ചു നേരം കഴിയുമ്പോൾ അടിക്കുന്ന മൊത്തം സിക്സാ. അങ്ങനെ അടിച്ച എത്ര ബോള് ഞങ്ങളുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓർക്കുന്നത്. ഈ ഫോം ആവുന്നത് ഇതേപോലെ തന്നെയാണ് ഞാൻ ചുവട് ചെയ്ത് കഴിയുമ്പോൾ. കളരിയിൽ കുറെ ചുവടുകളുണ്ട്. ഈ ചുവടുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഫോം ആവും. ഈ ഫോമിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ എഴുതുന്നത്. എനിക്ക് തോന്നുന്നു ഉള്ളിൽ നിന്ന് ഒരു ചൈതന്യം എഴുതിപ്പിക്കുന്നതായിരിക്കും അല്ലേ? ആയിരിക്കും. പക്ഷേ ഇത് ആ ഫോം ആവുന്ന എഴുതുമ്പോൾ വരുന്നത് അങ്ങ് എഴുതുവാണ്. അതിനകത്ത് നമ്മൾ ബുദ്ധി ഉപയോഗിക്കില്ല, ബോധമാണ് എഴുതുന്നത്. ഓ, അപ്പൊ തീർച്ചയായിട്ടും ഒരു ചൈതന്യം എഴുതിപ്പിക്കുന്നു തന്നെ വിശ്വസിക്കാം അല്ലേ? പിന്നെ സംസ്കൃതം പഠിച്ചത് കൊണ്ട് സംസ്കൃതത്തിൽ ആ ഒരു സാധനവും ഓക്കെ, ശരിയാ. ഓ, അതാ നേരത്തെ കേട്ടോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഒരുപാട്, പിന്നെ അതുപോലെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ലളിതാ സഹസ്രനാമം ഒക്കെ അറിയാം എന്നുള്ളത്. മുഴുവൻ കാണാതെ അറിയാവോ? കാണാതെ അറിയാം, പഠിച്ചിട്ടുണ്ട് അത്. ഓ, അതും കളരിയിൽ പഠിപ്പിച്ചതാണോ അതോ സ്വന്തമായിട്ട് പഠിച്ചു? ഇല്ല, നമ്മൾക്ക് ഓരോ വിഷയത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അപ്പം ആ ഇൻട്രസ്റ്റ് ഉള്ള വിഷയത്തിനെ പറ്റിയിട്ട് പഠിക്കും. പഠിച്ച് സംശയം വരുമ്പോ എന്ത് ചെയ്യും, കളരിയില് ചോദിക്കും. ശരിക്കും ഞാൻ ഇപ്പം ലളിതാ സഹസ്രം നമുക്ക് ഇങ്ങനെ പഠിച്ചു വരുന്നത് ഞാൻ ഇങ്ങനെ ഡെയിലി കേൾക്കും ഓരോ ഇത് വെച്ച് പഠിക്കാനായിട്ട്. അപ്പൊ ഇതിങ്ങനെ മോക്കിപ്പോ 16 വയസ്സേ ഉള്ളൂ. എത്ര വയസ്സിൽ പഠിച്ചു ഇത് ലളിതാ സഹസ്രം? അത് ഞാൻ 12 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ. അന്ന് തൊട്ട് ഇത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പഠിച്ച് വായിക്കുന്നുണ്ട്. ഓ, ശരിക്കും കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയാ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഇപ്പൊ തുറന്നു പറയണ നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികൾ പോലും എന്താ പറയാ അത്ര ഇൻട്രസ്റ്റോട് ഇപ്പൊ എത്ര പേർക്ക് ലളിതാ സഹസ്രം നമുക്ക് അറിയുമെന്ന് നമുക്കറിയില്ല. ഇപ്പൊ ഞാൻ പോലും ഇപ്പൊ ഈ ഒരു കുറച്ചൊരു 2 വർഷമായിട്ടുള്ള ഇതിലേക്ക് ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഇതൊക്കെ കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും തുടങ്ങിയിട്ട്. അപ്പൊ ആ സമയത്താണ് 12 വയസ്സിൽ അതും വേറൊരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാള് ഇത്രയും അതിനെ ഉൾക്കൊണ്ട് ഇത് പഠിക്കണു, ഇപ്പൊ അതേ കാണാതെ അറിയാന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ ഒരു 4 ശ്ലോകം ഒന്ന് ചൊല്ലൂ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്. 4 എണ്ണം മതി. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല. ദൈവമേ, കൊള്ളാട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പഠിച്ചു വരുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇനി സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ചോദ്യങ്ങളായിട്ട് ഒന്നും ചോദിക്കാനില്ല. ഈ ഒരു കാര്യം മാത്രം ഒന്ന് ചോദിച്ചു നിർത്താട്ടോ. അതായത് ഇപ്പം ഈ പറഞ്ഞ ഈശ്വരനിലെ വിശ്വാസമില്ല പക്ഷെ ദേവതയിൽ, ഞാൻ ആദ്യത്തെ ആ ചോദ്യത്തിൽ തന്നെ എൻഡ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ്. ഇതിലില്ല. അപ്പൊ അതിന്റെ കൂടെ ഞാൻ അറിഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഫാമിലിയിലുള്ള കുറെ ആൾക്കാർ യുക്തിവാദികളാണ്. ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുകയാണ്. അതായത് നിരീശ്വരവാദികളാണ് എന്നുള്ള ഇതിൽ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് ആണ് അല്ലേ ചേട്ടനൊക്കെ. അപ്പോൾ ആ ഒരു കുടുംബ പശ്ചാത്തലമാണ്. അതുപോലെ തന്നെ ഈ ഈശ്വരനിൽ വിശ്വാസമില്ലാത്തൊരു രീതിയിലാണ് പോകുന്നതെന്നും പറഞ്ഞു. ഇങ്ങനെ നിൽക്കുമ്പോൾ മോക്ക് എങ്ങനെയാണ് കുറച്ചുകൂടെ ഈശ്വരനിൽ ഇങ്ങനെ ഈവൻ ദോ എല്ലാ ഈശ്വരന്മാരും ഒന്നാണെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു തരത്തിൽ ഇപ്പം ദൈവത്തിൽ വിശ്വാസമില്ല എന്നാൽ ദേവതാ സങ്കല്പത്തിൽ വിശ്വാസമുണ്ട്, ഈശ്വര വിശ്വാസമുണ്ട്, അതും മറ്റ് എല്ലാ തരത്തിലും എല്ലാ ദൈവങ്ങളെയും വിശ്വാസമുണ്ട്. ഇതിനെ ഒന്ന് കണക്ട് ചെയ്ത് ഇത് എങ്ങനെയാ ഇത് ശരിക്കുമല്ലേ? ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈശ്വരൻ ശ്വാസം, ശ്വരൻ എന്ന് പറഞ്ഞാൽ ശ്വാസം എന്നാണ് അർത്ഥം. ശ്വരഹ ശ്വാസം. നമ്മുടെ ശ്വാസമാണ് ഈശ്വരൻ, അതായത് നമ്മൾ തന്നെയാണ് ഈശ്വരൻ. അപ്പം ആ ഒരു തത്വം എന്ന് പറയുന്നത് നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് യുക്തി എന്ന് പറയുന്നത് ഈ അർത്ഥം തന്നെയാണ്. ഓരോ വാക്കിന്റെ അർത്ഥത്തിലുമാണ് അതിന്റെ യുക്തി ഇരിക്കുന്നത്. യുക്തി, യുജ് പ്ലസ് തി ആണ് യുക്തി. സാരത്തിനെ ഉൾക്കൊള്ളുന്നതാണ് യുക്തി. ഒരു വസ്തുവിന്റെ സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്ത് എന്ന് നമ്മൾ പറയാം. കോറായിട്ടുള്ള സാധനത്തിന് അറിയുന്നതാണ് യുക്തി.
യുക്തിയെ വാദിക്കുന്നവനാണ് യുക്തിവാദി. ഇപ്പൊ ഒരു ഫലത്തിന്റെ ഉള്ളിലെ ഏറ്റവും അതിന്റെ DNA-യും RNA-യും എല്ലാമാണ് അതിന്റെ സത്ത്. അതെ, ആ സത്തിനെ മനസ്സിലാക്കുന്നവനാണ് യുക്തിവാദിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് യുക്തിവാദിയായി. അപ്പം ഓരോ വാക്കിന്റെയും അർത്ഥത്തിനെ മനസ്സിലാക്കുമ്പോൾ അവൻ യുക്തിവാദിയാണ്. ഇതാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലും യുക്തിയുണ്ട്, അവരുടേതായിട്ടുള്ള യുക്തിയുണ്ട്. ഇപ്പം ഇപ്പൊ നമ്മള് ഈ പണ്ടത്തെ ആചാര്യന്മാര് കുറെ കഥകൾ പറയും, കുറെ കഥകൾ പറഞ്ഞുതരും. ഇപ്പം മഹാഭാരതത്തിന്റെ ചക്രവ്യൂഹത്തിനെ പറ്റി പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇവർ ഓരോ കഥയായിട്ട് പറയുന്നത്, നമ്മളിപ്പോ ഞാൻ സൈലത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ 2-3 കുറെ രീതിയിൽ പഠിക്കാൻ പറ്റും നമുക്ക്. വിഷൻ ലേണിംഗ് ഉണ്ട്, ഓഡിറ്ററി ലേണിംഗ് ഉണ്ട്, പല രീതിയിൽ ലേണിംഗ് ഉണ്ട്. ഞാൻ ഓഡിറ്ററി ലേണറും വിഷൻ ലേണറുമാണ്, രണ്ടുമാണ്. എനിക്ക് പക്ഷെ അധികവും ഓഡിറ്ററിംഗ് ആണ് ഇഷ്ടം. കാരണം കേട്ടാണ് ഞാൻ പഠിക്കാറ്. അതേപോലെ തന്നെ ഈ എല്ലാ വ്യക്തികളും പല രീതിയിൽ അവര് പഠിച്ചു വരും. അപ്പൊ ഈ ഓരോ കഥകള് ഇവര് ഉൾക്കൊള്ളുന്ന ഒരു സാധനം വെക്കുന്നുണ്ട്, ഒരു സാരം വെക്കുന്നുണ്ട് ഇപ്പൊ അതിനകത്ത്. ഇപ്പം എന്താണ് മഹാഭാരതത്തിൽ ദേവന്മാരും അസുരന്മാരും അവര് എന്തിനാണ് ഇന്ദ്രലോകം കീഴടക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിനെ വേറൊരു ഡയമെൻഷനിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വയറിന്റെ ഉള്ളിലെ നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയയും, ദേവന്മാരും അസുരന്മാരും. ഇവര് ഇന്ദ്രലോകം, ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ലോകം ഏതാ? നമ്മുടെ ബ്രെയിൻ ആണ്. ഇതിന്റെ അധിപനാവാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഇതിനെയാണ് ആ കഥ മുഖേന പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കഥകളിന്റെ ഉള്ളില് ഒരു സാരം വെക്കുന്നത് ആചാര്യന്മാരുടെ പണ്ട് ഒരു ശീലമാണത്. അതായത് ആൾക്കാർക്ക് കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാവും. ഇതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിലും പല ആശയങ്ങളും അതിന്റെ ഉള്ളിലെ സത്തുണ്ട്. പക്ഷെ ഇത് അവര് മനസ്സിലാക്കുന്നത് വളരെ ചുരുക്കം ചിലരാണ് ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷെ അവർക്ക് എന്ത് ചെയ്യില്ല, മറ്റുള്ളവർക്ക് ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം അറിയില്ല. ഇപ്പം ചക്രവ്യൂഹം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ശരിക്കും ചക്രവ്യൂഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എന്റെ മനസ്സിലാക്കലാട്ടോ, ചക്രവ്യൂഹം എന്ന് പറയുന്നത് ഈ സൈനികന്മാരില്ലേ, യുദ്ധത്തില് ഒരു എന്താണ് വഴിയാണത്, യുദ്ധം ജയിക്കാനുള്ള ഒരു വഴിയാണത് ചക്രവ്യൂഹം എന്ന് പറയുന്നത്. ഇത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു ആയുധമാണ്. സൈനികന്മാരെ പല രീതിയിൽ അറേഞ്ച് ചെയ്യും. അതെ, നമ്മുടെ ഒരു സെല്ല്, ഒരു കോശത്തില് എന്താണ് ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും കറങ്ങും. അതെ, അത് നേരത്തെ ലൈവിൽ നേരത്തെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഗുരുക്കള് പറഞ്ഞിട്ട് ഒരു കോശത്തില് ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസിനും കറങ്ങും. പിന്നെ കൂടാതെ ഇതേ ഒരു കോൺസെപ്റ്റിലാണ് ഈ ചക്രവ്യൂഹത്തിനെ, അതായത് ഒരു ഇങ്ങോട്ടാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്. പിന്നെ ഇതിന്റെ അറേഞ്ച്മെന്റ് ആണ് എനിക്ക് ഏറ്റവും ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് പഠിച്ചു പോകുന്നതാട്ടോ. ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ആദ്യം ഏറ്റവും ബലം കുറവുള്ളവരെ നിർത്തും. രണ്ടാമത്തെ ഇതിനകത്ത് ഏറ്റവും നടുവില് ശ്രീചക്രത്തിന്റെ മോഡലിലാണ് ഈ ചക്രവ്യൂഹം. ഏറ്റവും എളുപ്പം പറയുന്നത് അതാണ്, ശ്രീചക്രത്തിന്റെ മോഡലാണ് ചക്രവ്യൂഹം നമ്മൾ നിർമ്മിക്കുക. അതായത് ആദ്യത്തെ വട്ടത്തില് ബലഹീനരായിട്ടുള്ളവരെ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ലെവൽ അനുസരിച്ച് ഏറ്റവും താഴ്ന്ന ലെവലിൽ. ഇത് കഴിഞ്ഞ അടുത്ത കുറച്ചുകൂടി ബലവന്മാരായിട്ടുള്ളവരാണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് രസം. അടുത്ത ലെവല് കുറച്ച് ബലഹീനന്മാരായിട്ടുള്ളവരായിരിക്കും. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ്. അത് കഴിഞ്ഞ് കുറച്ച് 3 ലെവലുണ്ട്, ലാസ്റ്റത്തെ 3 ലെവലുണ്ട്. ഇതാണ് ഏറ്റവും റിസ്ക് ആയിട്ടുള്ളത്. അഭിമന്യു എന്ന് പറയുന്നത് കേറാൻ അറിയാം അഭിമന്യുവിന്, പക്ഷെ ഇറങ്ങാൻ അറിയില്ല, അല്ലെങ്കിൽ അതിനെ ഭേദിക്കാൻ അറിയില്ല. ഈ ലാസ്റ്റത്തെ 3 ലെവലിലാണ് അഭിമന്യുടെ ഇത് പിഴച്ചു പോകുന്നത്. ചുവട് പിഴയ്ക്കുന്നത് ഈ ലാസ്റ്റത്തെ 3 ലെവലുകളാണ്. അതായത് ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ശ്വാസത്തിന്റെ കൺട്രോളിലാണ്, രണ്ടാമത്തെ ലെവല് ഫിസിക്കൽ സ്ട്രെങ്തിലാണ്, മൂന്നാമത്തെ ലെവല് ശരീരബോധം വിടണം. അതായത് ഇപ്പം നമ്മൾ പാട്ട് പാടുന്ന സമയത്ത് ആദ്യം നമ്മൾ ബേസിക് പഠിക്കും, രണ്ടാമത്തത് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കീർത്തനങ്ങൾ ഇങ്ങനെ അച്ചച്ച് പോലെ പഠിക്കും, അതായത് സ്വരസ്ഥാനങ്ങൾ മാറ്റി പഠിക്കും. ലാസ്റ്റ് നമ്മൾ കച്ചേരി ചെയ്യാണ്, അതും ആനന്ദത്തിലാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മളെ തന്നെ മറന്നു പോയിട്ടാണ് പാടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ക്ഷീണം അനുഭവപ്പെടാത്തത്. ഈ മൂന്നാമത്തെ ലെവല് അഭിമന്യുവിന് പരിചയമില്ല. കാരണം അഭിമന്യുവിന് ആനന്ദത്തിന്റെ ആ ശരീരബോധം വിടാൻ അറിയില്ല. ഫിസിക്കൽ സ്ട്രെങ്തിലാണ് അഭിമന്യു എപ്പോഴും
പിടിച്ചു പിടിച്ചു നിൽക്കുന്നത്. നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റത്തെ ലെവലിലാണ് അഭിമന്യു ഔട്ടായി പോകുന്നത്. ഇത് ലാസ്റ്റത്തെ ലെവല് ഭേദിച്ചു കഴിഞ്ഞാൽ ആ ചക്രവ്യൂഹത്തിന്റെ മൊത്തം കൺട്രോൾ ആരുടെ കയ്യിലാ? അഭിമന്യുയുടെ കയ്യിലാണ്. പിന്നെ ആ ചക്രവ്യൂഹം, ആ സൈനികന്മാര് എല്ലാവരും ആരുടെ ഇതിനകത്താണ്? അഭിമന്യുയുടെ കയ്യിലാണ്. അപ്പൊ ഇത് അറിയാവുന്ന 2 പേരാണുള്ളത്. ഒന്ന് ശ്രീകൃഷ്ണനും 2 അർജുനനുമാണ്. അർജുനൻ ഇതല്ലത്തത്. കാരണം അർജുനന് ഇതാണ്, ഇതത്ര ഇത് വിടുക എന്ന് പറയുന്ന അത്ര ഈസി എളുപ്പമല്ല. ശരീരബോധം വിടുക എന്ന് പറയുന്നത് വലിയ ആചാര്യന്മാര് തന്നെ വളരെ ഇതായിട്ടാണ് വിടുന്നത്. കാരണം പിന്നെ ഇതിനകത്തേക്ക് തിരിച്ചു കയറാൻ പറ്റുന്ന ഉറപ്പില്ല. കൂടാതെ ഈ നമ്മൾ കയറി വരുന്നതനുസരിച്ച് ഇതിങ്ങനെ പിന്നെയും ഫോം ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അഭിമന്യുയുടെ ശരീരബോധം വിടാനുള്ള ഈ സാധനം അഭിമന്യു മറന്നുപോയി. ഈ ശ്വാസം വെച്ച് കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചുവടിലും ഓരോ ശ്വാസമാണ് ഉപയോഗിക്കുക. ഇപ്പം ഓരോ മന്ത്രങ്ങളുണ്ട്, ഓരോ ചുവടുകളിലും ഓരോ മന്ത്രങ്ങളുണ്ട്, ഓരോ ശബ്ദങ്ങളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരാള് കയറി വരുന്നത്. രണ്ടാമത്തത് ഫിസിക്കൽ സ്ട്രെങ്ത്തിലാണ് വരുന്നത്. ഇപ്പം രഥമുണ്ടാവും, ആനയുണ്ടാവും, എല്ലാം ഉണ്ടാവും. മൂന്നാമത്തെ ലെവല് ശരീരബോധത്തിന് വിടണം. ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മളിപ്പോ അഡ്രിനാലിൻ റഷ് ആയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യും. ശേഷം ഈ ശ്വാസത്തിനെ നോർമലാക്കാൻ പാടാം. അതെ, ശരിയാ. ഈ ശ്വാസത്തിനെ നോർമലാക്കിയാലാണ് ശരീരബോധത്തിന് വിടാൻ പറ്റുള്ളൂ. ഇതുകൊണ്ടാണ് ഈ 3 ലെവലുകളും ഇതായിട്ട് വരുന്നത്. ഇതൊക്കെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് പഠിച്ച് പോകുന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ വിഷയത്തിലും ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഇതേപോലെ തന്നെ ക്യൂരിയോസിറ്റി ഉള്ള വിഷയമാണ് എനിക്ക് കമ്മ്യൂണിസം. എല്ലാ വിഷയവും എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്.